ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും വലിയ പേടി എന്താ? ഇൻട്രൊഡക്ഷൻ പറയാനാണോ അതോ ടെക്നിക്കൽ ചോദ്യങ്ങളെ നേരിടാനാണോ? നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും വലിയ പേടി എന്താന്നുള്ളത് ഇപ്പൊ തന്നെ കമന്റ് ചെയ്തു. ഇന്റർവ്യൂവിന് മുമ്പ് തിയറി കാണാതെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. പല ചോദ്യങ്ങളും അവര് നമ്മളോട് വളച്ചൊടിച്ചിട്ടായിരിക്കും ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് മറുപടി പറയേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പ്രധാന ചോദ്യങ്ങളും അതിനുള്ള മറുപടികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ക്യാൻ വി ഹാവ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പറ്റും. ഏതൊരു ഇന്റർവ്യൂവിലും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്. ഇതിന് നമ്മൾ പരമാവധി 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് മറുപടി പറയാനായിട്ട് നോക്കണം. നമ്മൾ നൽകേണ്ട മറുപടി നിങ്ങളുടെ പേര്, വിദ്യാഭ്യാസം ഇതൊക്കെ വളരെ ചുരുക്കി പറയാം. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ടേക്ക് വരാനുണ്ടായിട്ടുള്ള താല്പര്യം വ്യക്തമാക്കുക. തുടർന്ന് നിങ്ങൾ കോഴ്സിന്റെയോ ഇന്റേൺഷിപ്പിന്റെയോ ഭാഗമായിട്ട് ചെയ്ത പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കാം. അവസാനം ഈ കമ്പനിയിലൂടെ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വേണം നിങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ചോദ്യം, വൈ യു ഹാവ് ചോസൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ് എ കരിയർ? എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തത്? ഈ ചോദ്യത്തിലൂടെ നിങ്ങളുടെ മേഖലയോടുള്ള പാഷൻ അളക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മൾ നൽകേണ്ട മറുപടി, എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈ ക്രിയേറ്റിവിറ്റിക്കൊപ്പം കൃത്യമായിട്ടുള്ള ഡേറ്റയും അനലിറ്റിക്സും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ റിസൾട്ട് കൃത്യമായിട്ട് അളക്കാനായിട്ട് സാധിക്കും. ഒരു ബ്രാൻഡിനെ താഴെത്തട്ടിൽ നിന്നും വലിയൊരു ലെവലിലോട്ടേക്ക് വളർത്താൻ ഇതിന് സാധിക്കുമെന്നത് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡിഡ് യു വർക്ക് ഫോർ എനി ക്ലയൻറ്റ്സ്? ഇതിനോടകം നിങ്ങൾ ഏതെങ്കിലും ക്ലയന്റുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഫ്രഷർമാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ചോദ്യമാണിത്. ഒരു റിയൽ ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തരുത്. സോ ഉത്തരത്തിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾക്കൊരു ചെറിയ ടിപ്പ് നോക്കാം. നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നതിന്റെ സമയത്ത് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെയോ ചെറിയ ഷോപ്സിന് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ഇപ്പം ഹോം ബേക്കിംഗ് ആവാം, ചെറിയ ഷോപ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആവാം, അവർക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിലോ സോഷ്യൽ മീഡിയ പേജ് ചെയ്യുകയോ പരസ്യങ്ങൾ റൺ ചെയ്യുകയോ ചെയ്യാനായിട്ട് നോക്കാം. പൈസ കിട്ടിയില്ലെങ്കിലും ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇത് സഹായിക്കും. ഇനി നമ്മൾ നൽകേണ്ട മറുപടി, ഞാൻ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന സമയത്ത് ഫ്രീലാൻസ് ആയിട്ട് ഒരു സുഹൃത്തിന്റെ ലോക്കൽ ബിസിനസിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. അവിടെ സോഷ്യൽ മീഡിയ പേജ് മാനേജ് ചെയ്യുകയും ഫേസ്ബുക്ക് വഴി ലോക്കൽ ടാർഗറ്റ് ചെയ്ത് ലീഡ്സ് ജനറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി അവരുടെ ഓർഡേഴ്സിൽ ഇൻക്രിമെന്റ്സ് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. ഇനി നാലാമത്തെ ചോദ്യം, വൈ ഡു യു വോണ്ട് ടു വർക്ക് വിത്ത് us? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി ചൂസ് ചെയ്തത്? ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത്, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ കമ്പനിയെ കുറിച്ച് പ്രത്യേകം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് പല കമ്പനീസും പല ലെവലിലായിരിക്കും. ചിലത് നല്ല ക്ലയന്റ് ബേസ് ഉള്ള ഓൺലൈൻ പ്രസൻസ് ഉള്ള കമ്പനി ആയിരിക്കാം, ചിലത് സ്റ്റാർട്ടപ്പ് ആയിരിക്കാം. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി. സോ വലിയ ഓൺലൈൻ പ്രൊഫൈലോ സോഷ്യൽ മീഡിയ സാന്നിധ്യമോ ഒന്നും ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് നോക്കാം. നിങ്ങൾ ഈ മേഖലയിൽ വളർന്നു വരുന്ന ഒരു ഏജൻസി ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വലിയ കമ്പനിയിൽ പോകുന്നതിനേക്കാൾ വളരുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് കൂടുതൽ ശക്തമാക്കാൻ എന്റെ കഴിവുകൾ ഉപയോഗിക്കാനും കമ്പനിക്കൊപ്പം എനിക്കും വളരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ടെക്നിക്കൽ സൈഡ് കൂടി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഓർഗാനിക് റീച്ച് വേഴ്സസ് പെയ്ഡ് മാർക്കറ്റിംഗ്? വിച്ച് പ്ലാറ്റ്ഫോംസ് വുഡ് യു ചൂസ് ആസ് ദ ബെസ്റ്റ് ഫിറ്റ്? അതായത് ഓർഗാനിക് റീച്ചും പെയ്ഡ് മാർക്കറ്റിംഗും തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? ഒരു ക്ലയന്റിന് അനുയോജ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം എങ്ങനെ തിരഞ്ഞെടുക്കാം? നിങ്ങളുടെ പ്ലാനിംഗ് കപ്പാസിറ്റി അളക്കുന്ന ഒരു ചോദ്യമാണ്. സോ നിങ്ങൾ നൽകേണ്ട മറുപടി, ഓർഗാനിക് റീച്ച് ഒരു ബ്രാൻഡിന്റെ ട്രസ്റ്റും കസ്റ്റമർ റിലേഷൻഷിപ്പും കൂട്ടാൻ സഹായിക്കും. എന്നാൽ പെട്ടെന്ന് റിസൾട്ട്സ് ഉണ്ടാക്കാനായിട്ട് പെയ്ഡ് മാർക്കറ്റിംഗ് ആവശ്യമാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും ആ ബിസിനസിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. അതൊരു B2B ബിസിനസ് ആണെങ്കിൽ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ യൂസ് ചെയ്യണം. അതൊരു B2C ബ്രാൻഡ് ആണെങ്കിലോ, അതായത് ഫാഷനോ ഫുഡ് പോലെയുള്ളവയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യാം. കസ്റ്റമേഴ്സ് ഒരു ഉൽപ്പന്നത്തിനായിട്ട് നേരിട്ട് സെർച്ച് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഗൂഗിൾ ആഡ്സ് ആണ് ഏറ്റവും മികച്ചത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ PPC അഡ്വർടൈസിംഗ് മോഡൽ? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ PPC ആൻഡ് CTR? എന്താണ് PPC CTR തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നൽകേണ്ട മറുപടി, PPC അതായത് പേ പെർ ക്ലിക്ക് എന്നാൽ ഓരോ തവണ ഒരു കസ്റ്റമർ നമ്മുടെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ പണം നൽകുന്ന ഒരു പരസ്യ രീതിയാണ്. CTR ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാൽ നമ്മളുടെ പരസ്യം കണ്ടവരിൽ എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്തു എന്നതിന്റെ ശതമാനമാണ്, അതായത് പെർസെന്റേജ് ആണ്. അതായത് ഇംപ്രഷൻസും ക്ലിക്കുകളും തമ്മിലുള്ള ഒരു റേഷ്യോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ് ക്യാമ്പയിൻസ് ദാറ്റ്
that you are familiar with. അതായത് ഗൂഗിൾ ആഡ് ക്യാമ്പയിനുകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ്. സോ ഗൂഗിൾ ആഡ്സിലെ അറിവ് പരിശോധിക്കാനാണ് ഇങ്ങനെ ഒരു ചോദ്യം വെക്കുന്നത്. അപ്പൊ നമ്മൾ നൽകേണ്ട മറുപടി ഗൂഗിൾ ആഡ്സിൽ പ്രധാനമായും 6 തരം ക്യാമ്പയിനുകളാണുള്ളത്. സെർച്ച് ആഡ്സ്, ഡിസ്പ്ലേ ആഡ്സ്, വീഡിയോ ആഡ്സ്, ഷോപ്പിംഗ് ആഡ്സ്, പെർഫോമൻസ് മാക്സ് ആഡ്, പിന്നെ ആപ്പ് ക്യാമ്പയിൻസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് യൂസിംഗ് ഹാഷ്ടാഗ്സ് ഇൻ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകളുടെ ഉപയോഗം എന്താണ്? ഈ ചോദ്യത്തിന് പലരും തെറ്റായ ഉത്തരമാണ് പറയാറ്. വെറുതെ ഫോളോവേഴ്സിനെയും റീച്ചും കൂട്ടാനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നായിരിക്കും മിക്കവരും പറയാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ശരിയായ രീതിയിൽ പറയേണ്ടത് ഹാഷ്ടാഗിന്റെ ഉപയോഗം കാറ്റഗറൈസേഷൻ ആണ്. അതായത് നമ്മുടെ കണ്ടന്റ് എന്തിനെ കുറിച്ചാണെന്ന് സോഷ്യൽ മീഡിയ അൽഗോരിതത്തിന് മനസ്സിലാക്കി കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മുടെ കണ്ടന്റ് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ട്രാവൽ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത് വഴി ട്രാവൽ താല്പര്യമുള്ള ആളുകളിലോട്ടേക്ക് അൽഗോരിതത്തിന് നമ്മുടെ കണ്ടന്റ് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായ ആളുകളിലോട്ടേക്ക് കണ്ടന്റ് എത്തുമ്പോഴാണ് റീച്ചും എൻഗേജ്മെന്റും കൂടുന്നത്. ഇപ്പൊ ഹാഷ്ടാഗ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട് ആൻഡ് മോർ സ്പെസിഫിക് ആയിട്ട് കീവേഡ്സ് ആണ് ഇപ്പൊ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത്യാവശ്യം അപ്ഡേഷൻസും കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് ഇന്റർവ്യൂ ബോർഡിന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. ഇനി പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളതാണ് അടുത്ത ചോദ്യം. സോ ചോദ്യം ഇതാണ്, വാട്ട് ആർ സം ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ദാറ്റ് പീപ്പിൾ ഫോളോ വെൻ ദേ ആർ ക്രിയേറ്റിംഗ് ദ വെബ്സൈറ്റ്? അതായത് വെബ്സൈറ്റ് ക്രിയേഷനിലെ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ നൽകേണ്ട മറുപടി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ട്രെൻഡ് വെബ്സൈറ്റുകളിൽ AI ചാറ്റ് ബോട്ട്സ് ഉപയോഗിക്കുന്നതാണ്. കസ്റ്റമേഴ്സിന്റെ സംശയങ്ങൾക്ക് 24 മണിക്കൂർ പെട്ടെന്ന് മറുപടി നൽകാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ മൊബൈൽ ഫോണുകളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന മിനിമൽ ഡിസൈനുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് സിറ്റുവേഷണൽ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഉദാഹരണത്തിന്, പരസ്യത്തിന് നല്ല ക്ലിക്ക് ഉണ്ട് പക്ഷെ ഒരു ലീഡ് പോലും ഇല്ല. ഇങ്ങനെയാണ് ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നൽകേണ്ട മറുപടി, ഉയർന്ന CTR ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യവും ഓഫറും വളരെ ആകർഷകമാണ്, അതുകൊണ്ട് ആളുകൾക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺവേർഷൻസ് അല്ലെങ്കിൽ ലീഡ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നം പരസ്യത്തിനല്ല, അതിനുശേഷമുള്ള ഘട്ടങ്ങളിലാണ്. പരിഹാരത്തിനായിട്ട് ഞാൻ പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരിക്കും പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ലാൻഡിംഗ് പേജ്. പരസ്യത്തിൽ കണ്ട കാര്യങ്ങളും ലാൻഡിംഗ് പേജിലെ വിവരങ്ങളും തമ്മിൽ യോജിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. രണ്ടാമത്തേത്, വെബ്സൈറ്റിന്റെ സ്പീഡ്. ലാൻഡിംഗ് പേജിന്റെ ലോഡിംഗ് സ്പീഡ് കുറവാണെങ്കിൽ ആളുകൾ ഫോം ഫില്ല് ചെയ്യാൻ നിൽക്കാതെ പേജ് ക്ലോസ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് ഞാനും പരിശോധിക്കും. മൂന്നാമത്തേത്, രജിസ്ട്രേഷൻ ഫോം. ലാൻഡിംഗ് പേജിലെ രജിസ്ട്രേഷൻ ഫോം വളരെ വലുതാണെങ്കിൽ ആളുകൾക്ക് അത് മടുപ്പുണ്ടാക്കും, അതുകൊണ്ട് ഫോം പരമാവധി ഈസി ആക്കാനായിട്ട് നോക്കും. ഇനി ഇന്റർവ്യൂമാർക്ക് നമ്മളൊരു കാര്യത്തിന് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യമാണ്. സോ അവർ ചോദിക്കാൻ വേണ്ടി പോകുന്നത്, സെലക്ട് ആയാൽ ആദ്യത്തെ ക്ലയന്റിനോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും. സോ ഇതിന് നമ്മൾ നൽകേണ്ട മറുപടി, സെലക്ട് ആയാൽ ആദ്യത്തെ 30 ദിവസത്തോട്ടേക്ക് ഞാൻ 3 പ്രധാന കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ആദ്യത്തേത്, ഓഡിറ്റ് ആൻഡ് റിസർച്ച്. ക്ലയന്റിന്റെ നിലവിലെ സോഷ്യൽ മീഡിയ പേജുകൾ, വെബ്സൈറ്റ്സ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും. ബിസിനസ് ഗോൾ മനസ്സിലാക്കും. അവരുടെ പ്രധാന ലക്ഷ്യം ബ്രാൻഡ് അവയർനെസ് ആണോ അതോ ലീഡ് ജനറേഷൻ ആണോ എന്നുള്ളത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. ഒരു 30 ദിവസത്തെ പ്ലാന് തയ്യാറാക്കും. ബഡ്ജറ്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കി ക്ലയന്റിന് മുന്നിൽ പ്രസന്റ് ചെയ്യും. ഇനി ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറയരുത്, അതായത് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ എന്ന് ഒരിക്കലും പറയരുത്. ഇന്റർവ്യൂവിൽ ഒരു കാര്യം ആവർത്തിക്കേണ്ടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് ഒരിക്കലും പറയരുത്. അത് കേൾക്കുന്നയാൾക്ക് അത്ര നല്ല ഇംപ്രഷൻസ് ആയിരിക്കില്ല ഉണ്ടാവുക. സോ പകരം ആ കാര്യം വിനയത്തോടെ വീണ്ടും പറയാനായിട്ട് നോക്കാം. രണ്ടാമത്തേത്, ബോഡി ലാംഗ്വേജ് ആണ്. വല്ലാതെ നെർവസ് ആയിട്ട് സ്റ്റിഫ് ആയിട്ട് ഇരിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. മുഖത്ത് എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരിക്കുന്നത് നല്ല കോൺഫിഡൻസ് നൽകും. മൂന്നാമത്തേത്, അറിയില്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ അത് തുറന്ന് പറയുകയും ആ വിഷയം കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്യാം. അപ്പൊ ഈ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും വലിയ പേടിയെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്ഡേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സഹായിക്കും. ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളുടെ ലൈവ് മെന്റർഷിപ്പും ലൈവ് പ്രോജക്റ്റുകളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ PDF എന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്.